ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. ബെൻസൺ, കോഴിക്കോട് ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പം കുറച്ചും കൂടി സമയം കഴിഞ്ഞപ്പോൾ ആളുകൾ കൂടുതൽ പേര് എത്തുന്നുണ്ടോ? ഈ പലരും അറിയാതെയൊക്കെ വരുന്നവരുണ്ട്, ബന്ധാണെന്ന് അറിയാതെയൊക്കെ, പണിമുടക്കാണെന്ന് അറിയാതെ വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ വലഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ബസ്സുകളൊക്കെ അവിടേക്ക് എത്തുന്നുണ്ടോ? എങ്ങനെയാണ് കാഴ്ചകൾ ഈ ഒരു മണിക്കൂറിലേക്ക് എത്തുമ്പോൾ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഒരു 7 മണിക്കൂറോളമായിട്ടുണ്ട് ഈ പണിമുടക്ക് ആരംഭിച്ച്. നമ്മൾ അല്പസമയം മുമ്പ്, ഏകദേശം അരമണിക്കൂർ മുമ്പ് ഇവിടെ നിൽക്കുമ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമായിരുന്നു KSRTC ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആളുകൾ കൂടി വരുന്നൊരു സാഹചര്യമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതല്ല, അനുരാഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിയുടെ വാക്കുകേട്ട് കൂടുതൽ KSRTC ബസ്സുകൾ ഉണ്ടാകും. അപ്പോൾ യാത്ര തുടരാൻ സാധിക്കും, അല്ലെങ്കിൽ എവിടേക്കാണോ പോകേണ്ടത് ആ യാത്ര പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലെത്തിയ ആളുകളുണ്ട്. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടേക്കായിരുന്നു യാത്ര? എങ്ങോട്ടായിരുന്നു യാത്ര? വരുന്നുണ്ട്, ഇവിടെ വന്ന് ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. വണ്ടി ഉണ്ടോ? ഉണ്ടെന്ന് പറയുന്നത്, പോകുന്നു പറയുന്നത് അല്ലേ? അങ്ങനെ അത്തരത്തിൽ പല ആളുകൾ വന്നിട്ടുണ്ട്. പ്രതീക്ഷിച്ച വാഹനങ്ങൾ ഉണ്ട് എന്ന പ്രതീക്ഷയിലൊക്കെ വന്നിട്ടുള്ള ആളുകളുണ്ട്. നമുക്ക് തോന്നുന്നു ട്രേഡ് യൂണിയൻ ആളുകളെല്ലാവരും ഉണ്ട്. എന്താ അവസ്ഥ ഇപ്പൊ നിലവില്? ട്രേഡ് യൂണിയന്റെ ആളുകളാണ് അവർ. ഇത്തരത്തിൽ ഈ ഒരു സമരം എത്രത്തോളമായി എന്നറിയാൻ വേണ്ടി എങ്ങനെയാണ് ഒരു പണിമുടക്ക് പൂർണ്ണമാണോ? പണിമുടക്ക് പൂർണ്ണം തന്നെയാണ്. കേരളത്തിൽ മൊത്തത്തിൽ പൂർണ്ണം തന്നെയാണ്. ഇവിടെ നിരവധി ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂറായി നമ്മളിവിടെ വന്നിട്ട് അപ്പോഴും ആളുകൾ ഇങ്ങനെ കൂടുതലായി KSRTC സ്റ്റാൻഡിലോട്ട് വരുന്നുണ്ട്. വണ്ടി ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ആളുകൾ എത്തുന്നത്. ഈ പണിമുടക്ക് ഇന്നൊന്നലെയോ പ്രഖ്യാപിച്ചതല്ല, ഒരു മാസം മുമ്പേ പ്രഖ്യാപിച്ച ഒരു പണിമുടക്കാണ്. അപ്പോൾ ആ പണിമുടക്കിൽ ജനങ്ങൾ സഹകരിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ആഹ്വാനം ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. എല്ലാ ജനങ്ങളും ഈ പണിമുടക്കായിട്ട് സഹകരിക്കണമെന്നും അതൊരു മാസം മുന്നേ തന്നെ നമ്മൾ മൊത്തം മീഡിയ വഴി തന്നെ നമ്മൾ ജനങ്ങളെയും അതേപോലെ തന്നെ മറ്റെല്ലാ വിഭാഗം ജീവനക്കാരെയും അറിയിച്ചതാണ്. നമ്മൾ ഈ വാഹനങ്ങൾ തടയുന്ന അത്തരം ഒരു സാഹചര്യത്തിലോട്ട് പോകുമോ? അതോ തടയുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോകില്ല. നമ്മൾ തൊഴിലാളികളെ ബോധ്യപ്പെടുത്തും എന്തിനു വേണ്ടിയിട്ടാണ് പണിമുടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അറിയാത്ത തൊഴിലാളികളെ നമ്മൾ ബോധ്യപ്പെടുത്തും. പിന്നെ ആവശ്യങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ മേഖലയോടുള്ള, തൊഴിലാളികളോടുള്ള, ജനങ്ങളോടുള്ള വെല്ലുവിളിക്ക് എതിരായിട്ടാണ് നമ്മൾ ഈ പണിമുടക്ക് നടത്തുന്നത്. അതാണ് ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ നേതാക്കളാണ് നമ്മളോടൊപ്പം ചേർന്നത്. അവർ ഇത്തരത്തിൽ ഈ ഒരു എങ്ങനെയാണ് ഈ പണിമുടക്കിന്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്ന് വിലയിരുത്താൻ വേണ്ടി എത്തിയതാണ്. ചേട്ടാ, എവിടേക്കായിരുന്നു യാത്ര? മൈസൂര്. വണ്ടി ഉണ്ടോ? വണ്ടി ഏരക്കാണ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വരില്ലെന്നാ പറഞ്ഞത്. വരുമെന്നാണോ പറഞ്ഞത്? വരില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ? നാട്ടിൽ പോവാ. തിരിച്ചു പോവാ. ഇവിടെ തന്നെയാണോ സ്ഥലം? കുറ്റിപ്പുറം. അപ്പൊ അവിടേക്ക് പോകാൻ ഇനി വണ്ടി? ട്രെയിൻ ഉണ്ട്. അപ്പോൾ അത്തരത്തിലാണ് അദ്ദേഹം കുറ്റിപ്പുറത്ത് നിന്ന് വന്നു മൈസൂരേക്ക് പോകാനായിരുന്നു. പക്ഷേ വാഹനമില്ല, തിരിച്ച് ട്രെയിനിന് പോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ. നമ്മൾ നേരത്തെ ഇവിടെ നിന്നപ്പോൾ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ